നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം അടുത്തിടെ RBI മുകളിൽ തന്നെ ഗവൺമെൻറ്റും ഒരു ഹിൻഡ് കൊടുത്തതിനെ കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ECB നടത്താം എന്നുള്ള ഒരു അനുമതി നൽകാൻ പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ECBക്ക് വേണ്ടിയിട്ടുള്ള അനുമതികൾ അത് ഏകദേശം ഒരു 30 വർഷമായിട്ട് പറഞ്ഞു കേൾക്കുന്നതാണ്. പക്ഷേ RBI ഒരു കാലത്തും അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ECB എന്ന് പറയുന്നത് പ്രധാനമായും മറ്റൊന്നുമല്ല, വിദേശ നാണ്യത്തിൽ കടം വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് ഫോറിൻ കറൻസിയിൽ തന്നെ കടം വാങ്ങിക്കുക. പ്രധാനമായും ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോളറിൽ കടം വാങ്ങിക്കുക എന്നുള്ളതാണ് നടക്കാൻ പോകുന്നത്. പലപ്പോഴും മനസ്സിലാക്കുക, ഇത് FDI അല്ല, അതായത് വിദേശ നിക്ഷേപകർ കൊണ്ടുവന്ന് പണം ഈ പറഞ്ഞ പ്രോജക്റ്റിൻ്റെ അകത്ത് ഇടുന്നതല്ല, പക്ഷേ കടം വാങ്ങിക്കുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് സാധാരണ രീതിയിൽ അത്ര നല്ലതല്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചരിത്രം തന്നെയാണ്. കാരണം ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ രൂപയുടെ മൂല്യം ക്രമാനുഗതമായിട്ട് കുറഞ്ഞു പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡോളറിൽ കടം വാങ്ങിച്ചു എന്ന് കരുതുക. $100 നമ്മൾ ഇന്ന് കടം വാങ്ങിച്ചു. ഒരു 5 വർഷത്തെ കാലാവധിയാണെന്നിരിക്കട്ടെ. 5 വർഷത്തിനുള്ളിൽ ഒരു 10% രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്തു കഴിഞ്ഞാൽ പുതുതായിട്ട് പ്രതീക്ഷിക്കപ്പെടാതെ ഉണ്ടാകുന്ന ഒരു അധിക ബാധ്യത എന്ന് പറയുന്നത് ഈ ഒരു 10% കൂടി റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ മുകളിലേക്ക് വരും. ഇതത്ര വലിയ പ്രശ്നങ്ങളാണോ എന്ന് കരുതും. ഇത് പ്രശ്നങ്ങളാണെന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയതാണ്. നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ RBI തന്നെ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ ഒരു സംഭവം അവിടെ നടത്താതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്. 1997 ഏഷ്യൻ ക്രൈസിസിൽ ഇതാണ് സംഭവിച്ചത്. തായ്ലൻഡിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയെ വളരെ ചുരുങ്ങിയ ഇൻട്രസ്റ്റിലുള്ള ലോണുകൾ നൽകി അഥവാ ലഭിച്ച് ആ റിയൽ എസ്റ്റേറ്റ് മേഖല ബൂം ചെയ്തു. പക്ഷേ കറൻസി കൊളാപ്സ് ചെയ്തപ്പെട്ടതോട് കൂടിയിട്ട് ഈ പറഞ്ഞ ലോണുകളൊന്നും കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് സാധിച്ചില്ല. സൗത്ത് കൊറിയയിലും ഇന്തോനേഷ്യയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇന്ത്യയുടെ പരിസ്ഥിതി കുറച്ച് വ്യത്യസ്തമാണ്. കാരണം റയറെ പോലെയൊക്കെയുള്ള റെഗുലേറ്ററി ബോഡീസൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പറഞ്ഞ ഇത്ര വലിയ ഒരു റിസ്ക് അത് ഹെഡ്ജ് ചെയ്യാൻ മാത്രം എന്താണ് മറ്റ് മെക്കാനിസം ഉള്ളത് എന്നുള്ളത് സത്യത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ കാര്യമായിട്ട് ആർക്കും പിടികിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 30 വർഷക്കാലം ഇതിന് നോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റൊന്നുകൊണ്ടല്ല, നമുക്കറിയുന്ന പോലെ തന്നെ ബാക്കിയുള്ളതിനെയൊക്കെ ഒരു ഫോറിൻ കറൻസി നമ്മൾ കടമെടുത്തു കഴിഞ്ഞാൽ ഗുണം അതിൻ്റെ അകത്ത് നമ്മൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റുകൾക്കാണെങ്കിൽ അതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു മെച്ചപ്പെട്ട കാര്യമുണ്ട്. കാരണം എക്സ്പോർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു പരിധി വരെ ഇത് ഹെഡ്ജ് ചെയ്യപ്പെടും. ഉദാഹരണമായിട്ട് ഇപ്പം റിലയൻസിൻ്റെ 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് പെട്രോളിയം റിഫൈനറി യൂണിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ സൗകര്യമായിട്ട് കടമെടുക്കാം. കാരണം എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പോർട്ട് ചെയ്യുന്നതായതുകൊണ്ട് അവരുടെ റവന്യൂവിനെ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യില്ല. പക്ഷേ നമുക്കറിയുന്ന പോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് എക്സ്പോർട്ട് ചെയ്യാൻ സാധ്യമല്ല. ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള അവരുടെ നാണ്യത്തിലുള്ള ഒരു കടമെടുപ്പ്, അതിൽ ഇന്ത്യൻ രൂപയുടെ ഉണ്ടാകുന്ന വിലയിടിവ് അത് വളരെ മോശപ്പെട്ട രീതിയിൽ ബാധിക്കും. നമുക്കറിയുന്ന പോലെ തന്നെ ഇന്ത്യൻ വിപണി വളരെയധികം ഓപ്പണായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ RBIയുടെ ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാകാൻ അധികം കാലം സാധാരണ രീതിയിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് കരുതാം. നടപ്പിലായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വലിയൊരു റിസ്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പലപ്പോഴും കടം മൗണ്ട് ചെയ്യുന്നത് നിക്ഷേപകർ അറിയാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാണാം ലോകം മൊത്തമുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ അത് കടം ഒരു വലിയൊരു പരിധി വരെ അങ്ങോട്ട് മുകളിലേക്ക് എത്തുമ്പോൾ മാത്രമേ പുറത്തേക്ക് അറിയാറുള്ളൂ. ചൈനയിലെയോ US-ലെയോ ഇന്ത്യയിലെയോ എന്തിനേറെ പറയുന്നു, കേരളത്തിലെ ഉൾപ്പെടെ ഇതുപോലെയുള്ള പലവിധ ഉദാഹരണങ്ങൾ കാണാം. അപ്പോൾ അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്തുന്നവർ, അതായത് റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് കാതോർത്തിരിക്കുക. പുതിയ വാർത്തകൾ എന്തെല്ലാം വരുന്നു, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ECBs ഏതെല്ലാം കമ്പനികളാണ് എടുക്കുന്നത്, ഇവയൊക്കെ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.